ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. നല്ല ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. നമുക്കിതിന് വേണ്ടിയിട്ട് അരി കുതിർക്കുകയോ ഉഴുന്നോ അവിലോ ചോറോ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ ഞൊടിയിടയിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഒരു വ്യത്യസ്ത ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ദോശ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളുടെ വെക്കേഷനൊക്കെ കഴിയാറായി. ഇപ്പോൾ എല്ലാവർക്കുള്ളൊരു ടെൻഷനാണ് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും എന്നുള്ളത്. അപ്പോൾ ഇനി ആർക്കും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഞൊടിയിടയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ദോശയുടെ റെസിപ്പി. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. മിക്ക പേരും ട്രൈ ചെയ്യാത്ത ഒരൈറ്റമാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഐറ്റംസുകൾ എന്ന് ഞാൻ പറയാം കേട്ടോ. നമുക്കിതാ 250 ml കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി, സാധാരണ നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന നൈസ് പത്തിരിപ്പൊടി, 1/4 കപ്പ് കടലപ്പൊടി, 1/4 കപ്പ് തൈര്. പിന്നെ നമുക്ക് വേണ്ടത് 1 ഉരുളക്കിഴങ്ങ് വേണം. നമ്മളിത് പുഴുങ്ങിയെടുക്കാത്ത പച്ച ഉരുളക്കിഴങ്ങാണ്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഇതാ നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് നമ്മുടെ മാവൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കിയിടുന്നത് കണ്ടു നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മളെടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് ചെറിയ കഷ്ണമാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനെല്ലാം ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാട്ടോ. ഒരെണ്ണം തന്നെ നമുക്ക് ഈ ഒരു ദോശയ്ക്ക് മതിയാവും. ഈ ഒരു 250 ml കപ്പിൽ ഈ ഒരു കപ്പ് പൊടിക്കുള്ള കണക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച നമ്മുടെ ഈ ഒരു പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കടലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തൈര്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ നിന്ന് അടിഞ്ഞു കിട്ടാത്തത് നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ഡ്രോപ്പ് വിനാഗിരി, പെട്ടെന്നൊന്ന് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കാം കേട്ടോ. നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. ചൂടായി നമുക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ നൈസായിട്ട് തന്നെ അങ്ങോട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ തൂത്ത് കൊടുക്കാം. അതിന് പകരം നിങ്ങൾക്ക് നെയ്യായാലും ഇതിൻ്റെ മീതൊക്കെ അങ്ങോട്ട് സ്പ്രെഡാക്കി കൊടുത്താൽ മതിയാവും. നമ്മൾ സാധാരണ ദോശ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ഐറ്റംസുകളാണ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിയാനായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം അരി അരക്കേ കുതിർക്കേ ഒന്നും വേണ്ട. നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ദോശ നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ നല്ല തിന്നായിട്ടാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ദോശ റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന് ഒട്ടും പറയില്ല കേട്ടോ. നമുക്ക് ഉഴുന്നിൻ്റെ. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ മൊരിഞ്ഞ് ഈ ഒരു സൈഡൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടല്ലോ, നമ്മൾ സാധാരണ ഉഴുന്ന് ദോശ എങ്ങനെയാണോ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളറായിട്ടുള്ള ദോശയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ കഴിയുന്നുണ്ടാവും. നമുക്ക് അരി കുതിർക്കേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ ഉഴുന്നിൻ്റെ ആവശ്യമില്ല, ചോറിൻ്റെ ആവശ്യമില്ല, ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല ഇൻസ്റ്റൻറ്റ് ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.